വിഷയം വിശ്വാസവീരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് നേരിട്ട് ബൈബിളിലില്ല. വിശ്വാസം എന്ന വാക്കുണ്ട്, വീരന്മാർ എന്ന കാര്യവും വീര്യപ്രവൃത്തികൾ എന്ന വാക്കുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം ചിന്തിക്കുവാനുള്ള പ്രേരണ ഉണ്ടായത് നമ്മൾ നിശ്ചയമായിട്ടും ഒരു സാധാരണ വിശ്വാസികൾ എന്ന നിലയിൽ മാത്രം ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടാകണം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു മുന്നേറ്റം ഉണ്ടാകണം. അതിന് ഉതകുന്ന ചില ചിന്തകളും പഠനങ്ങളുമാണ് ഹൃദയത്തിൽ ദൈവം തന്ന പ്രേരണ. നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള വിഷയങ്ങളാണ്. നമ്മൾ സാധാരണ അതിന് പറയാറുള്ള ഒരു പേരാണല്ലോ വിശ്വാസ വീരന്മാരുടെ പട്ടിക രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് എന്ന്. അത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് ആമുഖമായി ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് നമുക്ക് പറയാനായിട്ട് സാഹചര്യമുണ്ടായത്, അതായത് വിശ്വാസ വീരന്മാർ എന്ന് തലക്കെട്ട് കൊടുക്കുവാൻ സാഹചര്യമുണ്ടായത്? ഒരു വാക്ക് നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിന് കൊടുത്തിരിക്കുന്ന പല പേരുകളിൽ ഒരു പേരാണ് നാം ചിന്തിക്കുന്ന ഈ വിഷയം. യെശയ്യാവ് 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് 700 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ ഈ പ്രവചന പുസ്തകത്തിൽ കർത്താവിന് ലഭിക്കുവാൻ പോകുന്ന പേരുകൾ പറഞ്ഞപ്പോൾ അവൻ വീരനാം ദൈവം എന്നൊരു പേരാണ് യേശുവിന് പറഞ്ഞിരിക്കുന്നത്. പല പേരുകളിൽ ഒരു പേര്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. വീരനായ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ മാത്രമല്ല, നമ്മളും നമ്മുടെ കർത്താവിനെ പോലെ വീരന്മാരായി തീരണമെന്ന് നിശ്ചയമായിട്ടും കർത്താവിന് ആഗ്രഹം കാണും. അതുകൊണ്ട് നമുക്ക് ആ തലക്കെട്ട് അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ കർത്താവ് വീരനാം ദൈവമായതുകൊണ്ട് ആ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം തുടർമാനമായിട്ടുള്ള ആത്മീയ വളർച്ചയിലേക്ക് വന്ന് ആ വീര്യം പ്രവർത്തിപ്പാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. ഇനി ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് വായിക്കാം. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം. പത്രോസ് സംസാരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം ഉണ്ടായെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ വിജയത്തിലേക്ക് വന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. തൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 2 Peter chapter 1 verse 5. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും, ഇങ്ങനെ 8 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നിനോടൊന്ന് കൂട്ടിക്കൊള്ളുവാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ പത്രോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് കരകയറി വിജയത്തിലേക്ക് വന്ന് നന്നായി ശുശ്രൂഷിച്ച ശേഷം ലേഖനം എഴുതുമ്പോൾ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വിശ്വാസത്തോട് വീര്യം കൂട്ടണം. അപ്പോൾ വിശ്വാസം അധികം വീര്യം സമം വിശ്വാസ വീരന്മാരാണ്. മനസ്സിലായോ? അപ്പോൾ കർത്താവിൻ്റെ പേരങ്ങനെ ഉണ്ട്. പത്രോസിന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹമെന്ന് മാത്രമല്ല, പത്രോസ് ഈ 2 കാര്യത്തിലും പരാജയപ്പെട്ടിട്ട് വിജയിച്ച ആളാണ്. താൻ ഒരിക്കൽ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു. വെള്ളത്തിന് മീതെ നടക്കുവാൻ തുടങ്ങിയപ്പോൾ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. ഉടനെ കർത്താവെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് കൈക്ക് പിടിച്ച് രക്ഷിച്ചിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ എന്തിന് സംശയിച്ചു? അപ്പോൾ പത്രോസ് വിശ്വാസത്തിൽ പരാജയപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ പിൽക്കാലത്ത് ഒരു മുടന്തനായ മനുഷ്യന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച വിശ്വാസം പത്രോസിനുണ്ട്. അപ്പോൾ പരാജയപ്പെട്ടെങ്കിലും താൻ വിജയിക്കുകയുണ്ടായി. മാത്രമല്ല വീര്യത്തിൽ താൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഈ കർത്താവിനെ ഞാൻ അറിയുന്നില്ല.
താൻ പരാജയപ്പെട്ടു പോയ കാര്യത്തിൽ വീര്യമില്ലാത്തവരായി തീർന്നു. എന്നാൽ പിൽക്കാലത്ത് തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും പടയാളികളും ഒക്കെ നിൽക്കുമ്പോൾ അവർ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം ഉയർപ്പിച്ചു. അപ്പോൾ വീര്യത്തോട് സംസാരിച്ചു. വിശ്വാസത്തിൽ പരാജയപ്പെട്ടു, വിശ്വാസത്തിൽ വിജയമായി തീർന്നു. വീര്യത്തിൽ പരാജയപ്പെട്ടു, വീര്യത്തിൽ വിജയമായി തീർന്നു. അങ്ങനെ പറഞ്ഞാൽ ഈ പല കാര്യങ്ങളും പറയാനുണ്ട്. ഈ രണ്ട് കാര്യം മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് താൻ പിന്നീട് പറയുന്നത്, എന്നോടും നിങ്ങളോടും പറയുന്ന വാക്കുണ്ട്, പ്രിയ വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസത്തോടെ വീര്യം കൂട്ടണം. അപ്പം നമ്മൾ വിശ്വാസികളെ തന്നെ ജീവിച്ചാൽ പോരാ, വിശ്വാസ വീരന്മാരായിട്ട് കാണപ്പെടണമെന്നാണ് ദൈവത്തിന് വചനം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും വിശ്വാസം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു വാക്യമാണല്ലോ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. എന്ന് പറഞ്ഞാൽ കൃപയാണെങ്കിലും വിശ്വാസമാണെങ്കിലും രക്ഷയാണെങ്കിലും ദാനമാണ്. കൃപയാണെങ്കിലും വിശ്വാസമാണെങ്കിലും രക്ഷയാണെങ്കിലും ദാനമാണ്. അപ്പോൾ വിശ്വാസിയായി തീർന്നു എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പദവിയാണെങ്കിലും അത് ദാനം. ആ ദാനം കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, അധ്വാനം കൊണ്ട് വീരനായി തീരണം. ഞാൻ ആ വാക്ക് ഒന്നുകൂടി പറയാം. വിശ്വാസമോ കൃപയോ രക്ഷയോ എന്തുമാകട്ടെ, അത് ദൈവത്തിന് ദാനമാണ്. എന്നാൽ ആ ദാനം വാങ്ങിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, അധ്വാനം കൊണ്ട് നാം വീരന്മാരായി തീരണം. ഇതാണ് മുഖവരിയായിട്ട് എനിക്ക് പറയാനുള്ള ചില വാക്കുകൾ എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വീര്യമായ ജീവിതം കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആത്മീയ നന്മ ഉണ്ടാകത്തുള്ളൂ. ഇനി ഈ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുമ്പോൾ വീരന്മാരിൽ നിന്ന് തന്നെ ചില വാക്കുകൾ ബൈബിളിലുണ്ട്. അതിന് നമുക്ക് ഒരു പഠനമായി സഹായമായി ലഭിക്കുന്നത് ദാവീദിനെയാണ്. ദാവീദ് അഭിഷേകം പ്രാപിച്ച ഒരു രാജാവാണ്. ഒന്ന് രണ്ട് വാക്ക് നമുക്ക് വായിക്കാം. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം, ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 16, 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. 1 ശമൂവേൽ 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഇവിടെ വായിക്കുന്നത് ദാവീദ് അഭിഷേകം പ്രാപിച്ച ഒരു രാജാവാണ്. ദാവീദ് അഭിഷേകം പ്രാപിച്ച ഒരു രാജാവാണ്. നമുക്കറിയാമല്ലോ ചരിത്രം. അഭിഷേകം പ്രാപിച്ചെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കുന്നത് ശൗല. ദാവീദിന് സിംഹാസനം കിട്ടിയില്ല. പിന്നെ തനിക്ക് വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാതെ ഈ ശൗലിനെ ഭയന്ന് താൻ നടക്കുക. കാട്ടിലും ഗുഹയിലും മരുഭൂമിയിലും ഒക്കെ തന്റെ പാർപ്പ്. ആ സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാ നോക്കിക്കേ, 22-ാം അധ്യായം, ശമൂവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 22-ാം അധ്യായം, ചാപ്റ്റർ 22, അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ 1 ശമൂവേൽ 22:1-2. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാ ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പ്രതിഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നിവക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേര് ഉണ്ടായിരുന്നു. ഇനി 23-ാം അധ്യായം നോക്കിക്കേ. 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 13. വായിച്ചേ. അവന്റെ കൂടെ 600 പേരുണ്ടായിരുന്നൊരു വാക്യമുണ്ടല്ലോ. മതി. ഇവിടെ വായിച്ചപ്പോ ദാവീദിന്റെ കൂടെ ഇപ്പൊ 600 പേരായി. 400 ആയിരുന്നു, 600 പേരായി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ദാവീദ് അഭിഷേകം പ്രാപിച്ച ഒരു രാജാവാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ശൗല. ദാവീദ് പാർക്കുന്നത് ഗുഹയിലും കാട്ടിലും ഒക്കെയാണ്. അപ്പൊ തന്റെ കൂടെ 600 പേരാണ് കൂടിയിരിക്കുന്നത്. അവർ ഞെരുക്കമുള്ളവര്, കടമുള്ളവര്, സന്തോഷമില്ലാത്തവര്, എല്ലാവരും ത്യജിക്കപ്പെട്ടവര്, ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവരുമായിട്ടാണ് ദാവീദിന്റെ സഞ്ചാരമെന്ന് ഓർക്കണം.
അപ്പോൾ നമ്മുടെ വിഷയം വിശ്വാസവീരന്മാരാ. ആ വിഷയത്തിലേക്ക് നമ്മൾ വരിക. ദാവീദ് വീര്യത്തോടെ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ തന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. തൻ്റെ കൂടെ കൂടിയിരിക്കുന്നവരും വളരെ ബലഹീനമായ ആൾക്കാരാ. എന്നാൽ സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ സിംഹാസനത്തിൽ കൊണ്ടുവന്നു. നമ്മൾ വായിക്കുന്നുണ്ട് 2 ശമൂവേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം നോക്കിക്കേ. 2 ശമൂവേൽ ചാപ്റ്റർ 5 അതിന്റെ 4-ാം വാക്യം വായിച്ചേ. 2 ശമൂവേൽ 5:4. ഇവിടെ വായിച്ചത് ദാവീദ് വാഴ്ച തുടങ്ങി. എത്ര സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. അഭിഷേകം പ്രാപിച്ച മനുഷ്യൻ അനേകം നാളുകൾ കഷ്ടപ്പെട്ട് പലയിടങ്ങളിൽ പാർത്തു. ഒരു പ്രയോജനമില്ലാത്ത കൂടെ ആൾക്കാർ തൻ്റെ കൂടെ കൂടി സമയമായപ്പോൾ ദൈവം തന്നെ രാജാവായിട്ട് സിംഹാസനത്തിൽ കൊണ്ടുവന്നു. 30-ാമത്തെ വയസ്സിൽ താൻ രാജാവായി. ഇങ്ങനെ താൻ വാഴുമ്പോൾ ഭംഗിയായിട്ട് തൻ്റെ രാജഭരണം നിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ താൻ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ കൂടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കഴിയുന്ന ആളുകളിൽ താൻ ഗുഹയിലും പാറക്കെട്ടിലും മരുഭൂമിയിലും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരന്ന് എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രതികരിച്ചു എന്നൊക്കെ കണക്കാക്കിയിട്ട് താൻ അവരിൽ ചില ആൾക്കാരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ഒരു വാക്കുകൾ വായിച്ച് 23-ാമത്തെ അധ്യായം 2 ശമൂവേൽ 23-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം അങ്ങനെ ആരംഭിക്കുന്നു. നോക്കിക്കേ. ദാവീദിന് ഉണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത് എന്ന് പറഞ്ഞ് 8-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് ആരംഭിക്കുക. അതിൽ ചില ആൾക്കാരുടെയൊക്കെ പേരും അവർ ചെയ്ത പ്രവൃത്തികളും ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ 39-ാം വാക്യം വായിച്ച അവസാന വാക്യം 39. ദാവീദിന്റെ വീരന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താ? ഇങ്ങനെ ആകെ 39 പേരടിയോ? 37 പേര്. നോക്കണം, 37 പേരാണ് ദാവീദിന്റെ വീരന്മാർ ലിസ്റ്റിലുള്ളത്. ആകെ എത്ര പേരാ കൂടെ കൂടിയത്? 600 പേരാ. 600 പേർ കൂടെ കൂടി. അവർ ഒത്തിരി കഷ്ടപ്പെട്ടു, സഹായമായിരുന്നു, ആശ്വാസമായിരുന്നു, കൂടെ നിന്നു. പക്ഷേ തന്റെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ താൻ പഴയകാല ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചു. ഇവരുടെ ജീവിതം, ഇവരുടെ പ്രവൃത്തി, ഇവരുടെ മനോഭാവം, ഇവരുടെ പ്രതികരണം എല്ലാം പരിശോധിച്ചിട്ട് അതിൽ ചിലരെ വീരന്മാരായി പ്രഖ്യാപിക്കുവാൻ താൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ 37 പേരുടെ പേര് മാത്രമേ ആ ലിസ്റ്റിൽ വന്നുള്ളൂ. അതിന്റെ അർത്ഥം ബാക്കി 500 ആൾക്കാരെ താൻ തള്ളിക്കളഞ്ഞെന്നല്ല. താൻ ഒരിക്കലും അവരെ ഉപേക്ഷിച്ചിട്ടില്ല. അവർ തൻ്റെ കൂടെ ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരൊക്കെ തൻ്റെ കൂടെ തന്നെ ഉണ്ട്. താൻ അവരെ സഹായിക്കുന്നുണ്ട്, താൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പൊസിഷൻ കൊടുക്കുമ്പോൾ, സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ ഈ 37 പേർക്ക് അവരിൽ നിന്നും വ്യത്യസ്തമായ സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. അഭിഷേകം പ്രാപിച്ച ദാവീദ് സിംഹാസനത്തിൽ വരുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് നടന്ന സമയങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നവരിൽ 37 പേരാണ് യോഗ്യമായിട്ട് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത്. അവരുടെ പ്രവൃത്തികളെ കണക്കിലെടുത്ത് ആ 37 പേരെ മാത്രം വീരന്മാരായിട്ട് താൻ പ്രഖ്യാപിച്ച് കൂടെ നിർത്തി സ്ഥാനമാനങ്ങളും പൊസിഷനും കൊടുത്തു. ബാക്കിയുള്ളവരും തൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരെ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ മുഖ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിഷയം. ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വീരന്മാരാകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിഷയം നമ്മൾ വീരന്മാരാകേണ്ടത് കർത്താവിന് വേണ്ടിയാണ്. നമ്മളെ വിശ്വാസികളാക്കിയത് കർത്താവാണ്. ഈ ദാവീദിന് പകരം നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുവാൻ പോകുകയാണ്. നമുക്കതറിയാം. ദാവീദിന്റെ സിംഹാസനത്തിൽ ദാവീദിന്റെ സന്തതിയായി, ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ വേരായി വന്നവനാണ് കർത്താവ് യേശുക്രിസ്തു. തന്റെ സിംഹാസനം എന്ന് പറയുന്നത് സ്ഥിരമായ സിംഹാസനമാണ്. നമുക്ക് വാക്കൊന്ന് വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10:38. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ്. മതി. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും താൻ മുഖാന്തരം ഉണ്ടായതുമായ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടും കേട്ടും ഇരിക്കുന്നതെന്നാണ് പത്രോസിന്റെ പ്രസംഗം. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ആരാ? അഭിഷേകം പ്രാപിച്ചവനാണ്.
അഭിഷേകം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ പ്രവാചകൻ ശുശ്രൂഷയുണ്ട്, പുരോഹിതൻ ശുശ്രൂഷയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം രാജ്യത്വമാണ്. താൻ രാജാവായിട്ടും അഭിഷേകം പ്രാപിച്ച ആളാ. എന്താ? നിത്യതയിലെ അഭിഷേകം പ്രാപിച്ചതാ. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ യേശു മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ വിദ്വാൻമാർ യേശുവിനെ കാണാനായിട്ട് ചെന്നിട്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി ചോദ്യം ഓർമ്മയുണ്ടോ? എന്താ ചോദിച്ചേ? യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ അവർ ചോദിച്ചത് തന്നെ രാജാവായി പിറന്നവൻ എവിടെ എന്നാ. ലോക ചരിത്രത്തിൽ ഇതുപോലെ രാജാവായി ജനിച്ച ആരുമില്ല. സാധാരണ രാജകുമാരന്മാരാ ജനിക്കും, വളർന്നു വരുമ്പോൾ രാജാവാകും. അല്ലെങ്കിൽ സാധാരണ പടയാളികൾ ആരെങ്കിലും രാജാവിനെ അപായപ്പെടുത്തിയിട്ട് രാജ്യത്വം അപഹരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. രാജാവായി ജനിച്ച ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവ് യേശുക്രിസ്തുവാ. അതിന് കാരണം ചോദിച്ചാൽ താൻ നിത്യതയിലെ അഭിഷേകം പ്രാപിച്ച നിത്യരാജാവാ. ഒരു വാക്ക് വായിച്ച് തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം, അതിന്റെ 6-ാമത്തെ അധ്യായം, അതിന്റെ 15-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 6:15. പൗലോസ് പറയുന്ന വാക്കെന്നാ? ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്. മതി കർത്താതി കർത്താവ്. യേശുവിനെ കുറിച്ച് പറയുന്നത് ധന്യനായ ഏകാധിപതി, അവനെ പോലെ ഭരിക്കുവാൻ പ്രാപ്തൻ ആരുമില്ല. അവൻ രാജാതി രാജാവ, കർത്താതി കർത്താവ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഇതൊക്കെ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുക്രിസ്തു രാജാവായിട്ട് അഭിഷേകം പ്രാപിച്ച ആളാണ്, ധന്യനായ ഏകാധിപതിയാണ്, രാജാവാണ്. പക്ഷെ ഇപ്പൊ ലോകം ഭരിക്കുന്ന ആരാ? ഇപ്പൊ ലോകം ഭരിക്കുന്ന ആരാ? പിശാച. ധൈര്യമായിട്ട് പറയാം, പിശാചിന്റെ പേര് ഈ ലോകത്തിന്റെ പ്രഭു എന്നാ. യോഹന്നാൻ 12-ലുണ്ട്. പിശാചിന്റെ പേര് ഈ ലോകത്തിന്റെ ദൈവം എന്നാ. 2 കൊരിന്ത്യർ 4:4-ലുണ്ട്. ഇനി ഒരു വാക്ക് വായിച്ചു, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. 1 യോഹന്നാൻ 5:19. ആ വാക്യം മാത്രം മതി അത് മനസ്സിലാക്കാനായിട്ട്. മതിയല്ലോ അല്ലേ? സർവ്വലോകവും ദുഷ്ടന്റെ അധീനത. അഭിഷേകം പ്രാപിച്ച ആരാ? യേശു. രാജാതി രാജാവാരാ? യേശു അല്ല ഇപ്പൊ ലോകം ഭരിക്കുന്നത്. യേശുക്രിസ്തു നമ്മളെ ഭരിക്കുന്നുണ്ട്, വിശ്വാസിയെ ഭരിക്കുന്നുണ്ട്, സഭയെ ഭരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് പിശാച. ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് പിശാച. കർത്താവിന്റെ ഭരണം വരുവാൻ പോകുന്നതേ ഉള്ളൂ. ആ വാക്യം നമുക്ക് വായിച്ചിട്ട് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 19:6. ആ കർത്താവ് യേശുക്രിസ്തു രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് വലിയൊരു ശബ്ദം കേൾക്കുവാൻ പോകുക. ഈ വെളിപ്പാട് 19 എന്ന് പറയുന്നത് ഏത് കാലയളവിലും കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊള്ളും. ഒന്നതാ, കാഹളനാദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും, നാം അങ്ങനെ എടുത്തുകൊള്ളപ്പെടും. നാം അങ്ങനെ എപ്പോഴും കർത്താവിന് കൂടി ആയിരിക്കും. ആ സമയം മുതൽ 7 വർഷം ഈ ഭൂമിയിൽ ഉപദ്രവ മഹോദ്രവ കാലമുണ്ടാകും. നമുക്ക് ചരിത്രം അറിയാം. അതിന്റെ അവസാനം കർത്താവ് യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി നമ്മളുമായിട്ട് ഭൂമിയിലേക്ക് വരിക. ആ വരുന്നതിന് തൊട്ട് മുമ്പാണ് രാജ്യത്വം ഏറ്റിരിക്കുന്ന വാക്ക് ശബ്ദം നമ്മളിവിടെ കേട്ടത്. കർത്താവ് രാജ്യത്വം ഏറ്റുകൊണ്ട് നാമുമായിട്ട് ഭൂമിയിലേക്ക് വരിക, വന്ന് ഇവിടെ 1000 വർഷം വാഴുവാൻ പോകുക. നാം അന്ന് കർത്താവിന്റെ കൂടെ രാജാക്കന്മാരായിട്ട് വാഴുവാൻ പോകുക, ഭൂമിയെ ഭരിക്കുവാനായിട്ട് പോകുക. അതിന് തെളിവുണ്ടോ? നമുക്ക് വാക്യങ്ങൾ വായിക്കാം. അതിന് തെളിവ് വായിക്കാൻ പോകുന്നത് 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം നോക്കിക്കേ. നമ്മൾ വാഴുമോ ഭരിക്കുമോ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കേ. 2 തിമോത്തിയോസ് 2:11. കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനോടുകൂടെ മരിച്ചവരാ. രക്ഷിക്കപ്പെട്ടപ്പോൾ പാപ സംബന്ധമായി മരിച്ചു, നാം ജീവിക്കുക അവന് വേണ്ടി. ഇനി നാം സഹിക്കുക, കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നു, പല കാര്യങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നു. കർത്താവ് വരുമ്പോൾ നാം അവന്റെ കൂടെ വാഴുമെന്നാണ് വാക്യം.
നാം അവനോട് വാഴും. ഇനിയുണ്ട് വാക്യം വായിച്ച്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം സഭയോട് പറയുമ്പോൾ അവിടുത്തെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് ജീവിക്കുന്നതിന്റെ പ്രതിഫലമാണ്. വെളിപ്പാട് 3:21. മനസ്സിലായോ? ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ, വാഴുവാൻ, ഭരിക്കുവാൻ വരം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. സഭകളിൽ പ്രശ്നമുണ്ട്, സഭയ്ക്ക് പുറത്ത് പ്രശ്നമുണ്ട്, ദുരുപദേശമുണ്ട്, ദുർനടപ്പുണ്ട്, പക്ഷം പിടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ സഭ അഭിമുഖീകരിക്കേണ്ടി വരുന്നു അന്നും ഇന്നും. അതിനെയൊക്കെ സഭ വിജയിക്കണം. സഭയെന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കൂട്ടമാണല്ലോ. ഈ കാണുന്ന വ്യക്തിയല്ല സഭ, അത് സഭാഹോളാണ്. നമ്മളാണ് സഭാംഗങ്ങൾ. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കണം. ജീവിച്ച് അതിന്മേൽ വിജയം കണ്ടെത്തുമ്പോൾ പ്രത്യേകമായ പദവിയാണ് ദൈവം നമുക്ക് തരുന്നത്. എല്ലാവരും വാഴും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്, എല്ലാവരും ഭരിക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ അത് മാത്രമല്ല, ചില പ്രത്യേക വിഷയങ്ങളുടെ മേൽ വിജയം വരിച്ച വിശ്വാസികൾക്ക് പ്രത്യേകമായ പൊസിഷൻ ദൈവം നമുക്ക് തരുവാൻ പോകുക. ഒരു വാക്കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഹെഡിങ് അങ്ങ് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. കൊരിന്ത് സഭയിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ചില ആൾക്കാർ കേസ് കൊടുക്കാനൊക്കെ പോയി. കേസ് കൊടുക്കാൻ പോയ ആൾക്കാരോട് പൗലോസ് പറഞ്ഞ വാക്കാണ് 1 കൊരിന്ത്യർ 6:2. മനസ്സിലായോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, ലോകത്തെ ഭരിക്കും. ജഡ്ജായിട്ടിരിക്കാൻ പോകുക പല വിശുദ്ധന്മാരും. ആ വിശുദ്ധന്മാരാണ് ഇവിടെ ചേട്ടൻ അന്യമൊക്കെ വഴക്കുണ്ടാകുമ്പോഴോ വസ്തുവിന് തർക്കം ഉണ്ടാകുമ്പോഴോ കേസ് കൊടുക്കാൻ പോകുന്നേ. അത് പാടില്ലെന്ന് കർശനമായിട്ട് പൗലോസ് പറയുക. നിങ്ങൾ ലോകത്തെ ഭരിക്കുവാൻ പോകുക, ലോകത്തെ വിധിക്കുവാൻ പോകുക കർത്താവിന്റെ കൂടെ ഇരുന്ന്. അപ്പോൾ അത്രയും വാക്യങ്ങൾ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. വിശ്വാസം ദാനമായിട്ട് കിട്ടി. വിശ്വാസ വീരന്മാരെന്നുള്ളത് അധ്വാനത്താലേ കിട്ടൂ. 1, ദാവീദ് അഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും അനേക വർഷം സിംഹാസനത്തിൽ ഇരുന്നില്ല. തൻ്റെ കൂടെ വളരെ ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. സമയത്ത് രാജാവായിട്ട് വന്നിരുന്ന് ഭരണം ആരംഭിച്ചു. അതിനുശേഷം താൻ ആൾക്കാരെ പരിശോധിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നവരിൽ പ്രത്യേകമായ ചില പ്രവർത്തികൾ ചെയ്തവരെ വീരന്മാരെ പരിഗണിച്ച് 39 പേരെ വീരന്മാരായിട്ട് മാറ്റി നിർത്തി അവർക്ക് പ്രത്യേക പദവി സ്ഥാനവും കൊടുത്തു. അടുത്തത്, നമ്മുടെ കർത്താവ് അഭിഷേകം പ്രാപിച്ചവനാണ്. നിത്യത്തിലെ അഭിഷേകം പ്രാപിച്ചു. അതിലൊരു ശുശ്രൂഷ പ്രവാചകന്റെ തൻ്റെ പ്രസംഗത്തിലൂടെ അത് നിവർത്തിച്ചു. 2ാം ശുശ്രൂഷ പുരോഹിതന്റെ താൻ യാഗമർപ്പിച്ചതിലൂടെ അത് നിവർത്തിച്ചു. ഇന്നും താന് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിലൂടെ ആ പൗരോഹിത ശുശ്രൂഷ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ശേഷിക്കുന്നത് രാജ്യത്വമാണ്. കർത്താവ് രാജ്യത്വം ഏൽക്കുവാൻ പോകുന്നതേ ഉള്ളൂ. അന്ന് വരെ ഈ ലോകം ഭരിക്കുന്നത് പിശാചാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. നാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവിനോട് ചേർന്ന് നിന്നോണം. പറഞ്ഞ് മനസ്സിലായോ? 600 പേരെ ശൗലിലൂടെ അല്ല പോയത്, പിന്നെ ആരുടെ പോയേ? ദാവീദിലൂടെ പോയത്. ദാവീദ് സിംഹാസനത്തിലല്ല, കാട്ടിലും ഗുഹയിലും മരുഭൂമിയിലും കഷ്ടപ്പെടുക, പട്ടിണി കിടക്കുന്ന സമയങ്ങളുണ്ട്. എങ്കിലും ദാവീദിനെ മതി ഞങ്ങൾക്ക്. ഒരിക്കൽ അവൻ സിംഹാസനത്തിൽ വരുമെന്ന് ഇവർക്കറിയാമായിരുന്നു. ഈ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. കർത്താവ് അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ, എന്നെ രക്ഷിച്ചവനാണെങ്കിൽ അവൻ ഒരിക്കൽ വരും, വന്ന് രാജ്യത്വം ഏറ്റെടുക്കും. അന്ന് ഞാൻ അവൻ്റെ കൂടെ വാഴുമെന്ന് പ്രമാണമുണ്ട്. എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിട്ടുണ്ട്. നിശ്ചയമായിട്ട് ഞാനും വാഴും. അതുകൊണ്ട് ഈ ഉള്ള കാലം എനിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം എന്നുള്ള തീരുമാനം അത്യാവശ്യമാണ്. ഇന്നത്തെ ഭരണാധിപനായ പിശാചിന് പ്രസാദകരമായ ഒരു കാര്യവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അവൻ്റെ സമയത്തിനും അവൻ്റെ ഭരണത്തിനും ഒരു പരിമിതിയുണ്ട്, അന്തമുണ്ട്. അന്തമില്ലാത്ത ഭരണത്തിലേക്ക് കർത്താവ് വരുവാൻ പോകുക. ആ ഒരു ബോധ്യത്തോട് വേണം നാം ജീവിക്കുവാനായിട്ട്. ഇനി കർത്താവ് വന്ന് ഭരണമേൽക്കുമ്പോൾ നമ്മളെ വീരന്മാരായിട്ട് പ്രഖ്യാപിക്കുമോ? ആ സംശയമൊന്നും വേണ്ട. വീരന്മാരെന്ന വാക്ക് പറയത്തില്ലെങ്കിലും ദാവീദ് അങ്ങനെ പറഞ്ഞതുപോലെ നമ്മിൽ പലരെയും കർത്താവ് വ്യത്യസ്തമായ പദവികളും ഉത്തരവാദിത്തങ്ങളും തന്ന് പ്രത്യേകമായിട്ട് മാനിക്കും. എല്ലാ വിശ്വാസികളും ഭരണത്തിൽ വാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എല്ലാ വിശ്വാസികളും ഭരണത്തിൽ വാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കില്ല സ്ഥാനമാനങ്ങളിൽ. എന്നാൽ പൊതുവായി
നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം. പൊതുവായിട്ടുള്ള കാര്യം, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും ഉയർക്കും. അത് പൊതുവായ നന്മയാണ്. പിന്നെ ശേഷിക്കുന്ന വിശ്വാസികൾ എല്ലാവരും രൂപാന്തരപ്പെടും. പിന്നെ നാം എല്ലാവരും അതിന് മുമ്പാകെ നിന്ന് പ്രതിഫലം വാങ്ങിക്കും. ഇങ്ങനെ കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് വിലയിരുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. പ്രതിഫലം എന്ന് പറയുമ്പോൾ പുനരുദ്ധാനം പ്രാപിക്കുന്ന സമയം മുതൽ ആ പ്രതിഫലത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. പുനരുദ്ധാനം പ്രാപിക്കുന്ന സമയം മുതൽ ആ പ്രതിഫലത്തിൻ്റെ വ്യത്യാസം കാണാം. നോക്കിക്കേ, 1 കൊരിന്ത്യർ 15 40 വാക്യം. ആ അധ്യായം തന്നെ പുനരുദ്ധാനത്തിൻ്റെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ശ്രദ്ധയോടെ വേണം അത് വായിക്കുവാൻ. 1 കൊരിന്ത്യർ 15:40. സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ, തേജസ് വേറെ, സൂര്യ തേജസ് വേറെ, പിന്നെ സോ ഓൾസോ ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, സോ ഓൾസോ ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ തേജസ് വേറെ, ഈ തേജസ് വേറെ, ആ തേജസ് വേറെ, ഈ തേജസ് വേറെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഔവണ്ണം തന്നെയാണ് പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? പുനരുത്ഥാനം പ്രാപിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരേ തേജസ് അല്ല. സംശയമൊന്നും വേണ്ട, ബൈബിളിലെ വാക്യമാണ്. എല്ലാവരും രൂപാന്തരപ്പെടും, എല്ലാവരും പുനരുത്ഥാനം പ്രാപിക്കും, എല്ലാവരും സ്വർഗത്തിൽ പോകും, എല്ലാവർക്കും പ്രതിഫലം കിട്ടും. അതെല്ലാം കോമണാണ്. എന്നാൽ തേജസ്സിന് പോലും വ്യത്യാസമുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. സോ ഓൾസോ ദ ബോഡി ഓഫ് ദ റിസറക്ഷൻ, പുനരുത്ഥാനം പ്രാപിച്ച വിശ്വാസികളുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വായിക്കുമ്പോൾ അവനവൻ ശരീരത്തിൽ നിന്നപ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന് ന്യായസ്ഥലത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. ഇത് കൊരിന്ത്യരോട് പറഞ്ഞ കാര്യമാണ്. ഈ നല്ലതും തീയതും എന്തോ? ക്രിസ്തുവിന്റെ ന്യായസ്ഥലം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതും പുനരുദ്ധാനം പ്രാപിച്ച ശരീരത്തിൽ കൂടി അവിടെ നിൽക്കുന്നതും നിശ്ചയമായിട്ടും പ്രതിഫലം വാങ്ങിക്കാനാ, മറ്റൊന്നിനുമല്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലതാകലും തീയതാകലും എന്ന് പറഞ്ഞാൽ മോശമായി ജീവിച്ചവർക്ക് പ്രതിഫലം കിട്ടുമെന്നാണോ? അല്ല. പിന്നെ ഈ നല്ലതും തീയതും എന്താ? നല്ലതും തീയതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലേഖനം, കൊരിന്ത്യർ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുള്ള കാര്യം, ഓരോരുത്തരുടെ പ്രവൃത്തികൾ, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, എന്നിവ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിക്ക് കർത്താവ് വിലയിടുമ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നോക്കിക്കേ, 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം. അവിടെ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്ന കാര്യമാണ്. 10-ാമത്തെ വാക്യം. ഇവിടെ വായിച്ചത് താൻ എങ്ങനെ പണിയുന്നുവെന്ന് മനസ്സിലായോ? എന്ത് പണിയുമെന്നുള്ളതല്ല. ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. ഒരാൾ സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നു, സുവിശേഷനാണെന്ന് വിചാരിച്ചു. സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്തുവാ? മനോഭാവം. ആത്മാക്കളുള്ള ഭാരം കൊണ്ടാണോ പോകുന്നത്? ചുമ്മാ സുവിശേഷനായതുകൊണ്ട് രാവിലെ പുസ്തകത്തിൽ ഇറങ്ങുവാണോ? അതാ കർത്താവിന് അറിയേണ്ടത്. എങ്ങനെ ചെയ്യുന്നു? മനസ്സിലായോ? ഒരാൾക്ക് ഒരാവശ്യം വന്നു, നമുക്ക് ലഭിച്ച നന്മയുടെ പങ്ക് അവർ കൊടുക്കുന്നു. അത് എങ്ങനെ ചെയ്യുന്നു? രഹസ്യമായി ചെയ്യുന്നോ? ആത്മാർത്ഥമായി ചെയ്യുന്നോ? പ്രാർത്ഥനയോടെ ചെയ്യുന്നുവോ? അദ്ദേഹത്തിന് നന്മയ്ക്കായി ചെയ്യുന്നുവോ? ദൈവം എനിക്ക് തന്നതാണ്, മറ്റൊരുത്തർക്ക് പങ്കുവെക്കേണ്ടതാണ് എന്ന ചിന്തയോട് ചെയ്യുന്നുവോ? ഇതാ ദൈവം നോക്കുന്നത്. എങ്ങനെ ചെയ്യുന്നു? 4 പേർ അറിയത്തക്കവണ്ണം
ആഗ്രഹിച്ച് ചെയ്യുന്നതാണോ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആത്മീയ ശുശ്രൂഷ അതിനെ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതുമാകട്ടെ, മനോഭാവം എന്തുവാ? കഴിവ് വെളിപ്പെടുത്താനാണോ പ്രസംഗിക്കുന്നത്? അതോ ദൈവത്തിന് നന്മയുണ്ടാകണം, ദൈവത്തിന് മഹത്വം വരണം ആഗ്രഹമാണോ? എങ്ങനെ ചെയ്യുന്നു? ഏതൊരു ആത്മീയ കാര്യവും ഓരോ വിശ്വാസികളും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം വിലയിടുന്നത്. എന്തു ചെയ്തു എന്നുള്ളതല്ല, എന്തു ചെയ്യുന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു. അതുവരെയിട്ട് വരുമ്പോഴാണ് ചിലരുടെ പ്രവൃത്തികൾ മരം, പുല്ല്, വൈക്കോല് പോലെയാണ്. ഒത്തിരി കാണാനുണ്ട്. ചെയ്തതും കൊടുത്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ധാരാളം കാണാനുണ്ട്. അത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ അതങ്ങ് വെന്തുപോകും, ഒന്നും ബാലൻസ് കാണത്തില്ല. മറ്റേത് അങ്ങനെയല്ല. വിലയേറിയ കല്ലുകൊണ്ട്, സ്വർണം, വെള്ളി മുതലായ കല്ലുകൊണ്ട് പണിതിരിക്കുന്ന പണി പോലെയാണ്. അധികം കാണുവാനില്ല, പക്ഷെ വിലപ്പെട്ടതാണ്. അത് തീരോട് ശോധന ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തീരോട് ശോധന ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രകാശിക്കുക. മനസ്സിലായോ? അതാണ് അവിടെ പ്രതിഫലം കിട്ടുന്നത്. അപ്പം ചിന്തിച്ചു നോക്കി, പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. തേജസ് ഒരുപോലെയാണോ? അല്ല. രണ്ട് കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത്, നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ തൻ്റെ മരണം എടുത്തപ്പം ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, പിന്നെ ആർക്കാ? തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും. തൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇരിക്കുന്നവർക്കെന്നല്ല, എല്ലാവർക്കും ഒന്നുമല്ല. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നത്, those who love his appearing, അവന്റെ വരവിന് വേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുന്നവർ. എന്താ തെളിവ്? ഞാനും നിങ്ങളും കർത്താവൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് ഓർത്ത് സന്തോഷത്തോടെ കാത്തിരിക്കുന്നവരാണെന്ന് തെളിവ് എന്തുവാ? ആ തെളിവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയാമോ? താൻ 3 കാര്യം ചെയ്തു. എന്തൊക്കെയാ? നല്ല പോർ പൊരുന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ പോരുന്ന കാര്യമാണെന്ന് പറഞ്ഞേ? അല്ല. പിന്നെ സഭ വിശ്വാസത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? ഇവിടെ സഭയിലൊക്കെ പോര് നടത്താൻ നമ്മളൊക്കെ മിടുക്കന്മാരാ. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ നല്ല പോർ പൊരുന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിന് വേണ്ടി പോർ പൊരുതു, വിശുദ്ധിക്ക് വേണ്ടി പോർ പൊരുതു, ശത്രുവ പിശാചിനോട് ഞാൻ പോർ പൊരുത്. മനസ്സിലായോ? ആ പോരാ പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ആശയം. നമ്മൾ മറ്റൊരുത്തോട് വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല. നമ്മൾ അതിനാ പലപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ കാര്യം നേരെ നിൽക്കാൻ വേണ്ടി, എനിക്ക് നേരെ നിൽക്കാൻ വേണ്ടി, എൻ്റെ പേരിന് വേണ്ടി നിൽക്കുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. പൗലോസ് ഒരിക്കലും തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. താൻ പോർ പൊരുതെല്ലാം ശത്രുവിനോടാ. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ? അത് ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, വാക്യം തിരുത്തി പറയണമെന്ന്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാ. ഇപ്പം സഹോദരന്മാർ തമ്മിലെ വഴക്ക്, പിശാചിനോട് പോരാടാൻ നമുക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം അതാ. ഞാൻ നല്ല പോർ പൊരുതു. പിന്നെ ഓട്ടം തികച്ചെന്ന് പറഞ്ഞാൽ, ഈ പൗലോസൊക്കെ എഴുതുമ്പോൾ അവർക്ക് അന്നത്തെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാണല്ലോ എഴുതുന്നത്. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകും. ഒളിമ്പിക്സിനൊക്കെ മത്സരിക്കുന്ന ആൾക്കാർക്ക് ഓടുന്നതിന് ലൈനുണ്ട്, ട്രാക്കുണ്ട്. 2 ലൈൻ ഇട്ടിട്ട് അതിന് നടുക്കൂടെ തന്നെ വേണം ഓടാനായിട്ട്. അടുത്ത ലൈനോട് അടുത്തയാളോടും, അടുത്ത ലൈനിൽ അടുത്തയാളോടും. ലൈൻ തെറ്റി ഓടാൻ പാടില്ല. ലൈൻ തെറ്റി ഓടിയാൽ 1, ഓടുന്ന ആളിന് സമ്മാനം കിട്ടത്തില്ല. 2, ലൈൻ തെറ്റുമ്പോൾ അടുത്ത ലൈൻ നിൽക്കുന്നവൻ്റെ കാലിൽ തട്ടി അവനും വീഴും. അതിന് ഉത്തരവാദിത്വം ആർക്കാ? ഞാൻ ലൈൻ തെറ്റി ഓടിയുകൊണ്ടാണ് അവൻ വീണത്. അതിന് ഞാൻ സമാധാനപ്പെടണം ദൈവത്തോട്. മനസ്സിലായോ? നമ്മളെങ്ങനെ ഓടുന്നു? പറ, നമ്മളെങ്ങനെ ഓടുന്നു? നമുക്കൊരു ലൈൻ ദൈവം തന്നിട്ടുണ്ട്, ഒരു പ്രമാണം തന്നിട്ടുണ്ട്, ഒരു പരിധി തന്നിട്ടുണ്ട്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിപ്പിൻ, അങ്ങനെയല്ലയോ? അതോ വിശാലമാണോ? അല്ല, ഇടുങ്ങിയ വാതിലാണ് നമുക്കുള്ളത്, ഇടുങ്ങിയ വഴി നമുക്കുള്ളത്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല, എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല, എല്ലാ വാക്കും പറയാൻ പറ്റത്തില്ല, എല്ലാ വസ്ത്രവും ധരിക്കാൻ പറ്റത്തില്ല, എല്ലാ ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇടുക്കമുണ്ട്, പരിമിതിയുണ്ട്. വിശാലമായിട്ട് ഓടാൻ ആഗ്രഹിച്ചാൽ സമ്മാനം കിട്ടത്തിൽ മാത്രമല്ല, മറ്റൊരുത്തർക്കൊരു ദോഷം വരും. പൗലോസ് ആർക്കും ദോഷം ചെയ്തിട്ടില്ലുണ്ടോ? ഇല്ല, ഒത്തിരി ദോഷം അനുഭവിച്ചിട്ടേ ഉള്ളൂ. പൗലോസ് എന്ത് ചെയ്തു? 1, നല്ല പോർ പൊരുതു. 2, ഓട്ടം
നന്നായിട്ട് ഓടി തികച്ചു. 3 വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലെ വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഉപദേശം എന്ന വിശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉപദേശത്തിന് മുറുകെ പിടിച്ചവനാണ്. ഞാൻ എന്ത് ലഭിച്ചോ അത് സത്യമായിട്ട് ഗ്രഹിച്ചവനും വിശ്വസിച്ചവനുമാണ്. എനിക്കത് സംശയമൊന്നും താൻ പറഞ്ഞതിൻ്റെ ആശയം. താൻ ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്, അവൻ ശവിക്കപ്പെട്ടവൻ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നങ്ങനെ പറയാൻ കാരണം, ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് പത്യോപദേശമാണ്, വിശ്വാസമാണ്. ഞാനത് മുറുകെ പിടിക്കുന്നു, ഒരിക്കലും മാറ്റമില്ലെന്ന് പറയുന്ന ആശയം. അപ്പോൾ താൻ 3 കാര്യം ചെയ്തു. നല്ല പോർ പൊരുതു, ശത്രുവിനോട് ഓട്ടം തികച്ചു, വ്യക്തമായിട്ട് വിശ്വാസം കാത്തു. എന്നിട്ട് പറയുന്നു, നീതിയുടെ കിരീടം പറ, എത്ര പേർ കിട്ടും? ഇവിടെ ഇരിക്കുന്നവർ തന്നെത്താൻ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. എത്ര പേർ കിട്ടും നീതിയുടെ കിരീടം? ഈ 3 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ കിട്ടും? മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. എത്ര പേർ കിട്ടും? നമ്മുടെ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാകണം. ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാകണം. കർത്താവ് വരാൻ പോകുക, ഭരണം ഏറ്റെടുക്കാൻ പോകുക, ഭരിക്കാൻ പോകുക. എന്നെ നിങ്ങളെയും കൂടെ വാഴാൻ അനുവദിക്കും, സംശയമൊന്നുമില്ല, അനുവദിക്കും. കൂടെ വാഴും നമ്മൾ. പക്ഷേ വീരന്മാർ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ, ദാവീദ് ഉണ്ടാക്കിയതുപോലെ വീരന്മാർ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ പെടുമോ? കർത്താവിനോട് വാഴാനായിട്ട് ഒത്തിരി സ്ഥാനമാനുണ്ട്, ഒത്തിരി പൊസിഷനുണ്ട്. എസ് സാറിൻ്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ കളക്ടർമാരുണ്ട്, അതിന് താഴെയുള്ള ഓഫീസർമാരുണ്ട്, പിന്നെ പോലീസ് ഓഫീസർമാർ, റാങ്കുള്ളവരുണ്ട്. ഒത്തിരി കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിയാണെങ്കിൽ നമുക്കൊക്കെ ആ പൊസിഷൻ കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വീരന്മാരായിരിക്കണം ഈ ഭൂമി ജീവിച്ചപ്പോൾ. ഇപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം വ്യത്യാസം വന്നല്ലോ, തീർന്നില്ല, ഒന്നുകൂടെ ഉണ്ട്. വായിച്ചു പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പത്രോസ് പറയുന്നത്, ഞാൻ നിങ്ങളിൽ ഒരു കൂട്ടുമുപ്പനാണ്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഇടയന്മാരായ നിങ്ങൾ ആടുകളെ പരിപാലിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വാക്കാണ് പത്രോസ് 5:4. 1 പത്രോസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇടയശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാരെ കുറിച്ചാണ്. സാധാരണ വിശ്വാസികൾക്ക് കിട്ടത്തില്ല, സൗരന്മാരെ കൊണ്ട് കിട്ടത്തില്ല, മൂപ്പന്മാർക്കാ. പക്ഷേ അത് പറയുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മൂപ്പന്മാർക്കെന്ന് പറഞ്ഞാൽ സഭയിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന മൂപ്പന്മാരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, സാധാരണ കണ്ടുവരുന്ന. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, അവൻ ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. കൃപാവരത്തോടുകൂടെ കർത്താവ് സഭയിൽ നിയമിച്ചവരാണ് മൂപ്പന്മാർ, അല്ലാത്തൊരു മൂപ്പന്മാരല്ല. 1. രണ്ടാമത്തേത്, അങ്ങനെയുള്ള മൂപ്പന്മാർ തന്നെ എങ്ങനെ ഭരിക്കണം? അത് വായിച്ച് 2-ാം വാക്യം 5:2 വായിച്ച്. 1 Petrus 5:2. നിങ്ങളിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. എങ്ങനെ മേയിക്കുന്നേ? അടിച്ചു മേയ്ക്കുകയാണോ? അല്ല, അടിച്ചു മേയ്ക്കുകയല്ല. ആവശ്യമുള്ള ആഹാരം കൊടുക്കുക, പച്ചപ്പുല്ലുള്ളിടത്ത് കൊണ്ട് നിർത്തി തീറ്റിക്കണം, വെള്ളം കൊടുക്കണം, വിശ്രമിക്കാൻ അവസരം കൊടുക്കണം, പച്ചപ്പുല്ല് കൊടുക്കണം. ഇടയന്മാർ ശുശ്രൂഷ, വചനം പഠിക്കുക, വചനത്തിൽ ബലപ്പെടുക, വചനം പ്രാപിക്കുക, ആ പ്രാവശ്യത ജനങ്ങൾക്ക് പങ്കുവെക്കുക, അവരെ മേയ്ക്കണം. പിന്നെന്തോ വായിക്കുന്നേ? എന്നെ മൂപ്പനാക്കിയേക്കുക, അതുകൊണ്ട് ഇനി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ആ നിർബന്ധത്താലല്ല, പിന്നെ ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായി ചെയ്യണം. പിന്നെ ദുരാഗ്രഹം വേണ്ട, അങ്ങനല്ലയോ? എനിക്ക് ഞാൻ ശുശ്രൂഷ ചെയ്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചല്ല, ദുരാഗ്രഹമൊന്നും വേണ്ട, ഉന്മേഷത്തോടെ. അപ്പോൾ മൂപ്പന്മാരുടെ ശുശ്രൂഷയിൽ ഈ പറഞ്ഞ കാര്യമെല്ലാം ഉണ്ട്. ഒന്നാമത്, കൃപാവരത്തോടുകൂടെ ദൈവമാക്കി മൂപ്പന്മാർ. രണ്ടാമത്, അവർ ചെയ്യുന്ന ശുശ്രൂഷ വളരെ വ്യക്തമായും കൃത്യമായും ദൈവത്തിന് പ്രസാദകരമായി ചെയ്താൽ കർത്താവ് വരുമ്പോൾ എന്ത് കിട്ടും? തേജസ്സിന്റെ വാടാത്ത കിരീടം കിട്ടും. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിൽ കണ്ടും കേട്ടും ഇരിക്കുന്നതനുസരിച്ച് വാക്യം പറയുന്നില്ല. എല്ലാവർക്കും കിട്ടുമോ ഇത്? എല്ലാ മുമ്പും കിട്ടുമോ? ഇല്ല. അപ്പം കഴിഞ്ഞ് സംഗതി ആപ്പടെ കുഴപ്പമായി. കർത്താവ് വരാൻ പോവാ. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാഹളനാഥം കേട്ടാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം ജീവിക്കണം.
ഇപ്പൊ ചെയ്യണം, ഇപ്പൊ കൊടുക്കണം, ഇപ്പൊ മാന്യമായി മുമ്പോട്ട് പോകണം. ഇവിടുന്ന് പൊങ്ങിയ പിന്നെ ഒന്നുമില്ല, പിന്നെ പ്രതിഫലം വാങ്ങിക്കുക, പ്രവേശിക്കുക. ആ പ്രവേശനം അന്ത്യത്തോളം കാണുന്ന ഓർത്തോണം. തീർന്നില്ല, ഒന്ന് രണ്ടോടെ പറയാം. ദാനിയേലിന്റെ പ്രവേശനം, ദാനിയേൽ 12-ാം അധ്യായം. ദാനിയേൽ നല്ലൊരു പ്രവാചകനായിരുന്നല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പം, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, കാലാവസ്ഥാനത്തിൽ എഴുന്നേറ്റ് വരിക, നിന്റെ ഓഹരി പ്രാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചു. ദാനിയേൽ മരിക്കാൻ തന്നെ പറയുക, നീ പോകൂ, പോയി വിശ്രമിച്ചു, പിന്നെ നിന്നെ ഞാൻ ഉയർപ്പിച്ചിട്ട് പ്രതിഫലം തരാം. ആ പ്രതിഫലത്തിന്റെ വ്യത്യാസം നോക്കിയ 3-ാമത്തെ വാക്യം, 12-3. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുന്നത് ദോസ് ഹു ആർ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച ഉള്ളവരെന്ന് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. ആയിക്കോട്ടെ, അടുത്ത വാക്യം എന്നാ? പഴയ നീതിയിലേക്ക് തിരിച്ചവരെ നക്ഷത്രങ്ങളെ പോലെ. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും. പഴയ നീതിയിലേക്ക് നയിച്ചവരെ നക്ഷത്രത്തെ പോലെ ശോഭിക്കും. വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്തൊന്നേക്ക് പ്രകാശിക്കും. ആ പ്രകാശം നിത്യതോളം ഉണ്ട്. അപ്പൊ അവിടെയുണ്ട് രണ്ടു കൂട്ടം ആൾക്കാർ. എവിടെ നോക്കിയാലും പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്, സ്ഥാനമാനത്തിന് വ്യത്യാസമുണ്ട്, ലഭിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരു വാക്കോട് വായിച്ചാൽ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം കർത്താവ് പറയുന്ന വാക്കാ. വെളിപ്പാട് 22:12. കർത്താവ് പറഞ്ഞില്ലല്ലോ ആർക്കും പ്രതിഫലം തരത്തില്ലെന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ വേഗം വരുന്നു. ഈ സഭകളോടുള്ള ദൂതൊക്കെ പറഞ്ഞിട്ട്, മഹോദരവും കഴിഞ്ഞിട്ട്, 1000 ആണ്ട് കഴിഞ്ഞിട്ട്, പിന്നെ ഭരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഞാൻ വേഗം വരുന്നു. ഞാൻ വേഗം വരുമ്പോൾ ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, എല്ലാവർക്കും തരാൻ കുറേശ്ശെ ഉണ്ടെന്നല്ല പറഞ്ഞത്, ഓരോരുത്തർ അവനവന്റെ പ്രവൃത്തി. ഞാൻ ചെയ്തതിന് എനിക്കേ കിട്ടൂ, എൻ്റെ ഭാര്യ കിട്ടത്തില്ല. ഞാൻ ചെയ്തത് നിങ്ങൾ കിട്ടത്തില്ല. ഓരോരുത്തർക്ക് അവരോട് പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്ന കണക്ക് തെറ്റാത്തൊരുവനാണ് കർത്താവ്. കണക്ക് തെറ്റാത്തവനാ, കൈക്കൂലി വാങ്ങിക്കാത്തവനാ, മനോഭാവം അറിയുന്നവനാ. അവൻ പ്രതിഫലം തരുമ്പോൾ ഒരു തെറ്റ് സംഭവിക്കത്തില്ല. അതോടുകൂടെ ഞാൻ ആദ്യം പിന്നെ പറയുക, നമ്മൾ ആ പ്രത്യേകമായ പദവിയിലേക്ക് പ്രവേശിക്കുക. എന്ത് പ്രതിഫലം എനിക്ക് കിട്ടും? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സൗഹൃദന്മാർ വിശ്വാസികളും ശ്രദ്ധിക്കുക, എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? ഇനി അഥവാ ദാവീദിനെ പോലെ കർത്താവ് തന്റെ ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് കുറെ വിശ്വാസികളെ വീരന്മാരായിട്ട് പ്രഖ്യാപിച്ച് പ്രത്യേകമായ സ്ഥാനമാനം കൊടുക്കാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ പെടുമോ? ഇത് കൊച്ചു കാര്യമൊന്നുമല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം എൻ്റെ അഭിപ്രായമല്ല, ബൈബിളിലെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞതാണ്. ഇത് സംഭവിച്ച കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. നിത്യതയെ, ഇറ്റേണിറ്റിയെ, കുറച്ച് നാളത്തേക്കല്ല, 10 ദിവസത്തേക്കല്ല, 1 മാസത്തേക്കല്ല. അതുകൊണ്ട് കുറവ് സംഭവിച്ചെങ്കിൽ കുറവേറ്റ് പറയാം. ഇനി ഉള്ള കാലം, എത്ര കാലം ഉണ്ടെന്ന് അറിയത്തില്ല, ഉള്ള കാലമെങ്കിലും വിശ്വസ്തമായി ജീവിക്കാം, പ്രയോജനമായി ജീവിക്കാം. 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ആഴ്ച മുതൽ എബ്രാഹിം 11-ാം അധ്യായത്തിൽ ഓരോ വിശ്വാസവീരന്മാരുടെയും പേര് ചിന്തിക്കാം, അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാം, പഠിക്കാം. ഹാബേൽ എന്ന് പറയുന്ന ആളിൽ തുടങ്ങുന്നത് തൻ്റെ യാഗമാണ് തന്നെ വീരനാക്കിയത്. ഹാബേലിൻ്റെ യാഗം, ഹാനോക്കിൻ്റെ ജീവിതം തന്നെ വീരനാക്കി, നോഹയുടെ പ്രവൃത്തി തന്നെ വീരനാക്കി. നമുക്ക് പഠിക്കാമത്. അങ്ങനെ ജീവിതത്തിലെ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് വിശ്വാസത്താല. 2 പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയിലല്ല, പിന്നെ വിശ്വാസത്താല. അപ്പൊ ജീവിതം വിശ്വാസത്താല. വാക്യം വായിക്കാതെ പറഞ്ഞു പോവുക. പൗലോസ് കഷ്ടത അനുഭവിച്ച് ഉപദ്രവേറ്റപ്പോൾ പറഞ്ഞതാണ്, ഇങ്ങനെ പല കഷ്ടതയിൽ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് അവരോട് പറഞ്ഞു. അപ്പം വിശ്വാസത്തിൽ ആരംഭിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. അബ്രഹാമും സാറയും അവരുടെ ശരീരം നിർജീവമായിട്ടും അസാധ്യമെന്ന് തോന്നിയിട്ടും വിശ്വാസത്തിൽ ബലപ്പെട്ടു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു വാക്ക് വായിക്കാം. എബ്രായർ 11:13. എബ്രായർ 11:13.
ആ ആ ആ വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ തുടങ്ങണം, വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ ബലപ്പെടണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലങ്ങളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മരിക്കുമ്പോഴും വിശ്വാസം മരിക്കണം. ഇനി ഈ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. ശതാധിപൻ വന്നിട്ട് തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ അങ്ങോട്ട് വരണ്ട, എൻ്റെ പുരയ്ക്കകത്ത് നീ വരത്തക്കുള്ള യോഗ്യത എനിക്ക് ഇല്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പട്ടാളക്കാരുണ്ട്, പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. നീ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇത് മത്തായി 8-ാം അധ്യായത്തിലുണ്ട്. കർത്താവ് അത്ഭുതപ്പെട്ടിട്ട് പറയാ, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അപ്പോൾ വിശ്വാസം കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. വിശ്വാസം കാണിക്കണം. ഞാനും നിങ്ങളും വിശ്വാസം കാണിക്കണം. പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, എഫെസോസിൻ്റെ എഴുതുമ്പോൾ എഫേസർ 1:19, നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും അറിഞ്ഞു. വിശ്വാസത്തെക്കുറിച്ച് അറിയപ്പെടണം. വിശ്വാസം അറിയപ്പെടേണ്ടതാണ്, വിശ്വാസം കാണപ്പെടേണ്ടതാണ്. നമുക്ക് ജീവിക്കാം. വിശ്വാസി എന്നുള്ള പദവി ദാനമായി കിട്ടിയതാണ്, ഒന്നും പുകഴാനില്ല, ദാനമായി കിട്ടിയതാണ്. പക്ഷേ വിശ്വാസ വീരൻ ആകണമെങ്കിൽ അധ്വാനിക്കണം, സമർപ്പിക്കണം, യോഗ്യമായി ജീവിക്കണം, വചനപ്രകാരം തന്നെ ജീവിക്കണം. അല്പം നഷ്ടവും കഷ്ടവും അവമാനമൊക്കെ സഹിക്കേണ്ടി വന്നു വരാം, എങ്കിലും സാരമില്ല. അത് ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് ഈ പഠനം മുഖാന്തരമായി തീരട്ടെ. കർത്താവിന് വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാണ്.